കർഷകമിത്രമേ സ്വാഗതം. ഞാൻ നിതീഷ് തൊള്ളത്തുവയിൽ. കൃഷിയെ സ്നേഹിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായി കാണുക. ഇന്നത്തെ വളപ്രയോഗം കോട്ടയം ജില്ലയിലെ പാല പൈകയിലെ ചാക്കോച്ചി സാറിൻ്റെ 2000-ലധികം വരുന്ന റബ്ബറിലേക്ക് അതിനൂതന ഇസ്രായേൽ സാങ്കേതികവിദ്യ ഇന്ന് കേരളത്തിലും എത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക. കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ നിതീഷ് തൊള്ളത്തുവയിൽ. നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കോട്ടയം ജില്ലയിലെ പാല പൈക എന്ന് പറയുന്ന പ്രദേശത്ത് പ്രിയപ്പെട്ട കർഷകൻ നമ്മുടെ ചാക്കോച്ചൻ സാറിന്റെ 2000-ലധികം വരുന്ന റബ്ബറിലേക്കുള്ള വളപ്രയോഗത്തിന്റെ സമയത്താണ് നമ്മളുള്ളത്. നമുക്കറിയാം, നെറ്റ്സർഫിന്റെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം, കഴിഞ്ഞ 24 വർഷക്കാലമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പൂനെ ആസ്ഥാനമാക്കി പൂനെ നിർമ്മിച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ 24-ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന ജൈവ വളത്തിന്റെ ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്ത്യയിലെ 24 സംസ്ഥാനങ്ങളിൽ 848 ജില്ലകളിൽ 260-ലധികം സ്റ്റോക്ക് പോയിന്റുകളാണ് ഇന്ന് നമുക്ക് കമ്പനികൾക്ക് നിലവിലുള്ളത്. ഇത് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ DSCRന്റെ അംഗീകാരത്തോടു കൂടി ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ കാർഷിക സംഘടനയായ ഇക്കോസെറ്റിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്ന വിവിധ നിറത്തിലുള്ള കുപ്പികളിലൂടെയാണ് ഇന്നത്തെ വളപ്രയോഗം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രങ്ങളൊക്കെ ലോകത്തിലെ നമ്പർ 1 കാർഷിക ഉൽപാദന വിപണന കയറ്റുമതി എന്ന രാഷ്ട്രമാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പാരമ്പര്യമായ രീതിയിൽ നിന്നും വ്യത്യാസപ്പെടുത്തി ട്രഡീഷണൽ രീതിയിൽ നിന്നും മാറ്റം വരുത്തി ടെക്നോളജിക്കൽ രീതിയിലേക്ക് അഗ്രികൾച്ചറിനെ കൺവേർട്ട് ചെയ്തപ്പോഴാണ് അവർക്ക് കൂടുതൽ മെച്ചം കാർഷിക മേഖലയിലേക്ക് വരുവാൻ വേണ്ടി തുടങ്ങി. ഒരു വീട്ടിൻ്റെ ടെറസിൽ പോലും 1 ലക്ഷത്തിലധികം വരുമാനം നേടുന്ന ഒരു വ്യക്തികളായി അവിടുത്തെ ആൾക്കാർ മാറുന്നത് ടെക്നോളജിക്കൽ അഗ്രികൾച്ചർ മെത്തേഡിനെ സ്വീകരിച്ചതുകൊണ്ടാണ്. അത്തരത്തിൽ വരുന്ന ടെക്നോളജിക്കലായിട്ടുള്ള 25% മുതൽ 40% വരെ ചെലവ് കുറച്ചുകൊണ്ട് 25% മുതൽ 50%-ലധികം വരുന്ന ഈൽഡ് നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളെയാണ് ഇന്ന് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. നിരവധിയായിട്ട് കാർഷിക മേഖലയിലേക്ക് എല്ലാ വിളകൾക്കും ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ വിളകൾക്കും റിസൾട്ടും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ എപ്പോഴും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത് കണ്ട് ഏകദേശം 2000-ലധികം വരുന്ന റബ്ബറിലേക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി മനസ്സിലാക്കിയ ചാക്കോച്ചൻ സാറിന് നെറ്റ്സർഫ് കേരളയിലുള്ള നന്ദി കൂടെ ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മൾ സാധാരണ, കാരണം ചാക്കോച്ചൻ സാർ ഇന്ന് ഒന്നും സംസാരിക്കാനുള്ള സാധ്യത കുറവാണ്, കാരണം ഇത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷെ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ന് 13/6/2024 അപ്പോൾ അന്നാണ് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപക്ഷെ 4 മാസം കഴിഞ്ഞ് 2ാമത്തെ തവണ വളപ്രയോഗം നടത്തുമ്പോൾ എനിക്ക് പകരം സംസാരിക്കുന്നത് സാറിനെ ആയിരിക്കും. അതിൻ്റെ റിസൾട്ട് കർഷകരിലേക്ക് പറയുന്നത് എന്നൊരു 100% ഗ്യാരണ്ടി ഉണ്ട്. അത് ഉറപ്പും വിശ്വാസമുണ്ട്. കാരണം ഇന്ന് എല്ലാ കർഷകരും അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുന്നുകൊണ്ടാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും കർഷകരോടുള്ളൊരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ചെറിയൊരു ഭാഗത്തെങ്കിലും നിങ്ങളെ കൃഷിത്തോട്ടങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. കാരണം എല്ലാ വർഷവും നമ്മൾ വളപ്രയോഗം ഉപയോഗിക്കുന്നതാണ്. നമുക്ക് കിട്ടുന്നത് രോഗങ്ങളും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളുമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് ഈ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കും. അതുകൊണ്ട് ചെറിയൊരു ഭാഗത്തെങ്കിലും, നിങ്ങൾക്ക് എത്ര തോട്ടമുണ്ടെങ്കിലും ചെറിയൊരു ഭാഗത്തെങ്കിലും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ മനസ്സ് കാണിച്ചാൽ ഏത് വളപ്രയോഗത്തിൽ നിന്നും വ്യത്യസ്തമായി ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി 3-4 മാസം കൊണ്ട് തന്നെ നമുക്ക് അനുഭവപ്പെടും എന്നുള്ളത് ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്തരത്തിൽ നിങ്ങളോട് പറയുകയും ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ദ്രാവക രൂപത്തിലുള്ള ഈ വളപ്രയോഗം വെള്ളത്തിലേക്കാണ് മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 200 ലിറ്റർ ബാരലിലേക്ക് നമ്മൾ 200 ലിറ്റർ വെള്ളം ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ജിനു ജോസഫ് സാറും നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം ഈ വെള്ളത്തിലേക്ക് ഈ ഒരു മിക്സിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യം തന്നെ നമുക്കറിയാം, സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട 3 മൂലകങ്ങളാണ് സർ ഇതിൽ വരുന്നത്.
അടിസ്ഥാന പ്രൊഡക്റ്റിന്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ അടിസ്ഥാനപരമായിട്ട് സസ്യങ്ങൾക്ക് വേണ്ട ഒന്നാമത്തെ ഘടകമാണ് പ്രധാന മൂലകങ്ങൾ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് NPK. ഇത് നാച്ചുറലായിട്ട് സസ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇത് നമ്മൾ 400 ml ഈ 200 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അളവ് കൃത്യമായി എടുത്ത് ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഇപ്പം 200 അപ്പോൾ നമ്മൾ 400 ml ഈ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രധാന മൂലകത്തിൽ പെടുന്നതാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഫോസ്ഫറസ് സോളിസിബിലിയം ബാക്ടീരിയകൾ അടങ്ങിയ സസ്യത്തിനും നാച്ചുറലായിട്ട് മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള കഴിവൊന്നും വേണ്ട, അത് പ്രശ്നമില്ല. മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ നാച്ചുറലായിട്ട് രാസവളം കൊടുക്കുമ്പം കൃത്രിമമായിട്ട് കൊടുക്കുമ്പോൾ ഞാൻ പൊതുവെ പറയാറുള്ളത് മനുഷ്യനെ വെന്റിലേറ്റർ കിടത്തിന് തുല്യമാണെന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും അല്ലാതെ നാച്ചുറലായിട്ട് സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ബയോഫിറ്റിൻ്റെ അടുത്ത ഒരു ഉൽപ്പന്നമാണ് ഫോസ്ഫറസ്. അത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് 400 ml എന്ന രീതിയിൽ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ മൂന്നാമത്തെ നമ്മുടെ ഒരു ഉൽപ്പന്നമാണ് പൊട്ടാഷ്. കാലിയം എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന പൊട്ടാഷ് എന്ന് പറയുന്ന പ്രധാന മൂലകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിൽ ഒന്നാണ് പൊട്ടാഷ് എന്ന് പറയുന്നത്. ഈ ഇല പൊഴിച്ചൽ, ഇല കരിയൽ, അതുപോലെ തന്നെ അടയ്ക്ക മണികൾ ഉതിർന്നു പോവുക, തേങ്ങാ കൊലകൾ ഉതിർന്നു പോവുക, അതൊക്കെ വരുന്നത് ഈ പൊട്ടാഷിൻ്റെ അഭാവം മൂലമാണ്. ആ ഒരു പിടിച്ചു നിർത്തലിനെ സ്വായത്തമാക്കുവാനും സസ്യത്തിൻ്റെ കരുത്തിനെ സ്വാധീനിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ കാലിയം എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന പൊട്ടാഷ് എന്ന് പറയുന്നത്. ഇതും നമ്മുടെ നാച്ചുറലായിട്ട് ഒരുപക്ഷെ നമ്മുടെ ഈ തോട്ടത്തിലൊക്കെ ഒറ്റ കിഴക്കുന്ന മണ്ണിരകൾ ധാരാളം ഉണ്ട്. ഒരു രാസവളമൊക്കെ അധികം ഉപയോഗിക്കാത്ത തോട്ടാണെന്ന് നമുക്ക് അല്ലേ തോട്ടാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ വസ്തുത. അപ്പോൾ പൊട്ടാഷ്യം നമ്മളത് 400 ml ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നത്തിലൊന്നാണ് ഷേത്ത് എന്ന് പറയുന്നത് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി. കാരണം ഷേത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ അടങ്ങിയിരിക്കുന്ന 5 ടണ്ണ് കാലിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയ. അത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൻ്റെ കളറിൽ തന്നെ അതിൻ്റെ സ്മെല്ലിൽ തന്നെ ഉണ്ടാവും ഒരു പശുവിൻ്റെ ആ ഒരു ചാണകവെള്ളത്തിൻ്റെ ഒരു എസൻസ് ഉണ്ടാവുന്നുള്ളത്. അത്രയ്ക്ക് മണ്ണിൻ്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു, മണ്ണിരകളെ സ്വാധീനിക്കുന്നു, മണ്ണിൻ്റെ ഘടനയിൽ തന്നെ പോഷകാഹാരങ്ങൾ സസ്യത്തിന് എത്തിച്ചു കൊടുക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വളക്കൂറുള്ളതാക്കി മാറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. ആ ഒരു മണം നമുക്ക് വരുന്നില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വളരെ നാനോ ടെക്നോളജിയിലുള്ള സസ്യത്തിൻ്റെ റെസിസ്റ്റൻസ് പവറിനെ പോലും സ്വാധീനിക്കുന്ന ഒരു ഉൽപ്പന്നമാണെന്ന് ഷേത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. ഇതൊരു ടോണിക്കാണ് ശരിക്കും പറയുന്നത്. നമ്മുടെ മനുഷ്യർ നമ്മുടെ പോഷകാഹാരത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കുന്ന സസ്യത്തിൻ്റെ റൂട്ട് ടു ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടോണിക്കാണ്. സസ്യത്തിൻ്റെ ഹരിതാപത്തെ ഫോട്ടോസിന്തസിസ് ഒക്കെ പ്രകാശ സംശ്ലേഷണമൊക്കെ കൃത്യമായി നടത്തി അതിൻ്റെ പച്ചപ്പിനെയൊക്കെ പിടിച്ചു നിർത്താൻ, ഇലകളെ പിടിച്ചു നിർത്താൻ, കൂടുതൽ കായയുടെ സൈസിന് ഉണ്ടാക്കാൻ, റബ്ബറിൻ്റെയൊക്കെയാണ് കട്ടി കൂട്ടാൻ, അങ്ങനെയൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. ഈ 5 ഉൽപ്പന്നങ്ങളും നമ്മൾ 400 ml എന്നുള്ള രീതിയിൽ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ റെഡിയില്ല അതിനുശേഷം നമ്മളിത് മിക്സ് ചെയ്യാണ്. ക്ലോക്ക് ബേസിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. കാരണം ജൈവ ജീവാണു വളങ്ങളെല്ലാം തന്നെ നമ്മൾ വലതുഭാഗത്തേക്കാണ് നമ്മൾ എപ്പോഴും മിക്സ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ റബ്ബറിനും ഒരു 3 ലിറ്റർ എന്നുള്ള രീതിയിലേക്ക് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. തീർച്ചയായിട്ടും കർഷക സുഹൃത്തുക്കളോട് ഒന്നേ പറയാനുള്ളൂ, ഇന്നിപ്പോൾ സാർ ഒന്നും മിണ്ടാത്തത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ്. 4 മാസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഇവിടെ ഉണ്ടാകും. ആ ഒരു രണ്ടാമത്തെ റിസൾട്ട് ഉപയോഗിക്കുന്നതിന് വീഡിയോ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും സാർ ഇത് ഉപയോഗിക്കും എന്നുള്ളതാണ്. ഞാൻ കണ്ണൂർ സ്വദേശിയാണ്, ഇന്ന് ഇവിടെ ഉള്ളത് കോട്ടയത്താണ്. ഇത് കേരളത്തിലുടനീളമുണ്ട്, ഇന്ത്യയിലും ഉടനീളമുള്ള ഒരു ഉൽപ്പന്നങ്ങളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വസ്തുത. തീർച്ചയായിട്ടും എല്ലാ വിളകൾക്കും നിങ്ങൾക്ക് ഒരു ഭാഗത്ത് ഉപയോഗിച്ച് നോക്കാം എന്നുള്ളതാണ്. ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് പോകാം. ഒരിക്കൽ കൂടി നമ്മളോടുള്ള സ്നേഹം കാണിച്ചതിനുള്ള നന്ദി ഈ അവസരത്തിൽ സാറിനോട് അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് അവസരത്തിൽ നിങ്ങളെ ബന്ധപ്പെടാം. ഈ ഉൽപ്പന്നങ്ങൾ ഏത് സമയത്തും നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പക്കലിലേക്ക് എത്തുന്നതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സഫ്. താങ്ക് യു.